ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ, എന്നാൽ യഹൂദൻ എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഓഷ്കു പറയുന്നവർ എന്നേ വരൂ. വചനം പറയുകയാണ്. റോമാലേഖനത്തിൽ പൗലോസ് ആത്മാവിൽ സഭയ്ക്ക് കൈമാറുകയാണ്. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. ന്യായപ്രമാണത്തിനകത്ത് പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത്, പ്രമാണത്തിനകത്തുകൂടെ സഞ്ചരിച്ച ഒരു കാലഘട്ടത്തിൽ പ്രമാണം അനുസരിക്കാത്തവർ, ഈ വ്യവസ്ഥയ്ക്ക് വെളിയിൽ നിൽക്കുന്നവർ അനുസരിക്കുന്നില്ല എന്ന് വെച്ച് ദൈവത്തിൻ്റെ പ്രമാണത്തിന് ഒരു വ്യത്യാസവും. അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെ, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ദൈവത്തെ അറിഞ്ഞവരുടെ അവരുടെ ജീവിതവും അല്ലാത്തവരുടെ ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ അവർ അനീതിയിൽ നിൽക്കുന്നത് കാരണം ദൈവത്തിനൊരു പ്രയോജനമില്ല. ദൈവത്തിന് പ്രയോജനമില്ല, അവർക്കും പ്രയോജനമില്ല. അവർ അനീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ നീതിയുള്ളവരെക്കുറിച്ച് സകലരും പറയുന്നുണ്ട്. കാരണം എന്തുവാ? ഈ ദൈവത്തെ അറിഞ്ഞത് അവർക്ക് അനുഗ്രഹമായി എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് നീതിയൊന്നുമില്ല. ദൈവത്തിന് ഒരു പ്രയോജനം അതുകൊണ്ടില്ല. അവർക്ക് വെറുതെ നിത്യത കിട്ടത്തുമില്ല. നിത്യരാജ്യം വേണോ? കർത്താവിന് വേണോ? പ്രമാണത്തിനകത്ത് വരണം. പ്രിയരെ, വചനം പറയുന്നു, ചിലർ വിശ്വസിച്ചില്ല എന്ന് വെച്ച്, ചിലർ അവിശ്വസിച്ചു എന്ന് വെച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നീക്കവും ഇല്ല, ഒരു മാറ്റവും വരത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ, ദൈവം നമുക്ക് തന്ന പ്രമാണത്തിനകത്ത്, ദൈവം നമുക്ക് തന്ന കൽപ്പനയ്ക്കകത്ത്, ന്യായപ്രമാണം നീക്കാനല്ല കർത്താവ് വന്നത്, നിവർത്തിപ്പാനാണ് വന്നത്. ന്യായപ്രമാണം നമ്മെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അറിയുന്നത്? അത് തെറ്റാണെന്ന് പ്രമാണം പറയുമ്പോഴാണ് അറിയുന്നത്. പക്ഷേ ആ പ്രമാണത്തിൽ പറഞ്ഞ നീതീകരണത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പിതാവ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് കാൽവരിയിൽ ആ പുത്രനെ തകർത്തിട്ട് അത് വിശ്വസിച്ചാൽ ആ നീതിയിലേക്ക് പ്രവേശിക്കും എന്ന സൗജന്യമായി കിട്ടിയ രക്ഷ എന്ന് വെച്ച് ഈ രക്ഷയിലേക്ക് പ്രവേശിക്കാതെ, ഈ പ്രമാണത്തെ വിശ്വസിക്കാതെ, ഈ കർത്താവിനെ അനുസരിക്കാതെ അനീതിയിൽ നിന്നുകൊണ്ട് ആ അനീതിക്കകത്ത് നിൽക്കുന്നവർ കാരണം നീതിയിൽ നിൽക്കുന്നവർക്ക് വളരെ ഉയർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ, അനീതി ചെയ്യുന്നവർ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നുള്ളതല്ല, അവർ നരകത്തിൽ തന്നെ പോകും. പ്രിയരെ, ജീവിതത്തിനകത്ത് അറിഞ്ഞ സത്യത്തിനകത്ത് ദൈവം ഏൽപ്പിച്ച വിശ്വസ്തതയ്ക്കകത്ത് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ സഞ്ചരിച്ച്, മറ്റുള്ളവരല്ല പ്രിയരെ, ദൈവത്തെ നോക്കി ഏൽപ്പിച്ച ആ കൽപ്പനയ്ക്കകത്ത് വിശ്വസ്തയോടെ സഞ്ചരിച്ച് ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.